ഉപയോഗിച്ച് ആ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടു, അതേപോലെ തന്നെ ഡയറക്ഷൻ കണ്ടു. ശരിയല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൂളംസ് ഫോഴ്സ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കൂളംസ് ഫോഴ്സ്. ഇതിന്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നുകിൽ അട്രാക്റ്റീവ് ആവാം, അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ്. അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ്. അപ്പൊ ഈ കൂളംസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് ആവാം. നമ്മൾ ഓൾറെഡി ആ വെക്ടറിന്റെ ഡയറക്ഷൻ നോക്കി നമുക്ക് മനസ്സിലാവും. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ. ഒബേ ഇൻവേഴ്സ് സ്ക്വയർ. അപ്പൊ ഈ 1/r² എന്ന നിയമം 1/r² എന്ന ലോനെ നമ്മൾ എന്താ പറയാ? ഇൻവേഴ്സ് സ്ക്വയർ. അപ്പോ രണ്ടെന്ത് ചെയ്യുന്നത്? ഒബേ ഇൻവേഴ്സ് സ്ക്വയർ. കാരണം 1/4πε0 q1 q2/r². ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കൂളംസ് ഫോഴ്സ്. ഈ കൂളംസ് ഫോഴ്സ് ഒബേ ന്യൂട്ടന്റെ തേർഡ് ലോ. ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ. ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ. നമുക്കറിയാം Q1 ആക്ഷൻ കൊടുത്താൽ Q2 തിരിച്ച് റിയാക്ഷൻ ഉണ്ട്. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ. ശരിയല്ലേ? ഇനി നാലാമത്തത് എന്താണെന്ന് വെച്ചാൽ കൂളംസ് ലോ ഡിപ്പെൻഡ് the medium where charges place. Depend the medium where the charges place. നമുക്കറിയാം രണ്ട് ചാർജസ് എയർ അല്ലെങ്കിൽ വാക്യൂമിൽ വെച്ചാൽ നമ്മൾ എന്ത് ഉപയോഗിക്കാം? F is equal to 1/4πε0 q1 q2/r². ഇതേ രണ്ട് ചാർജസ് നമ്മളൊരു മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? F medium is equal to 1/4πε0 epsilon r q1 q2/r². അപ്പോൾ മീഡിയത്തിൽ വെച്ചാലും എന്ത് ചെയ്യുന്നുണ്ട്? എയർ വെച്ചാൽ ഫോഴ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ ചാർജ് വെച്ചാൽ മീഡിയത്തിന് എപ്പോഴും ആര് ഡിപ്പെൻഡ് ചെയ്യും? കൂളംസ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. ശരിയല്ലേ? ഇനി അതേപോലെ തന്നെ ഇയാൾ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇത് എപ്പോഴും സെൻട്രൽ ഫോഴ്സ് ആണ്. This is always central force. So കൂളംസ് ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? സെൻട്രൽ ഫോഴ്സ് ആയിരിക്കും. സെൻട്രൽ ഫോഴ്സ് നമ്മൾ ലൈൻ ജോയിനിങ് ആയിരിക്കും. ഇത് പ്ലസ് ക്യൂ ആണെങ്കിൽ ഇത് പ്ലസ്. അപ്പൊ ഈ പ്ലസ് എന്ത് ചെയ്യും? ഈ പ്ലസിനെ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. ശരിയല്ലേ? അതേപോലെ തന്നെ ഈ പ്ലസിനെ ഇങ്ങോട്ടേക്കും റിപ്പൽ ചെയ്യും. അപ്പൊ ലൈൻ ജോയിനിങ്ങിലാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക? ഫോഴ്സ് വരുന്നത്. അല്ലാണ്ട് ഈ പ്ലസ് ഇയാൾ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും റിപ്പൽ ചെയ്യും. ശരിയല്ലേ? ആ ലൈൻ ജോയിനിങ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പ്ലസ് ഇവിടെ ഒരു മൈനസ് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് എന്ത് ചെയ്യും? ആ മൈനസ് ഇങ്ങോട്ട് വിളിച്ചു കൊടുക്കും. അതേപോലെ ഈ മൈനസ് ഈ പ്ലസിനെ അങ്ങോട്ട് വിളിച്ചു കൊടുക്കും. ശരിയല്ലേ? ദാറ്റ് മീൻസ് ആ ഫോഴ്സ് ആ ലൈനിലാണ് കിടക്കുക. ലൈൻ ജോയിനിങ്ങിനാണ് കിടക്കുക. ശരിയല്ലേ? ആ ഫോഴ്സ് എപ്പോഴും ലൈൻ ജോയിനിങ്ങാണ്, ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വരുന്നത്. അപ്പൊ ലൈൻ ജോയിനിങ്ങിന് കിടക്കുന്നതുകൊണ്ട് ഈ ഫോഴ്സിനോട് എന്ത് പറയുന്നത്? സെൻട്രൽ ഫോഴ്സ്. ഇനി അഞ്ചാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കൂളംസ് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൂളംസ് ഫോഴ്സ് എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്താണ്? does not depend upon, it only depends the initial and final. അപ്പോൾ ഒരു ചാർജിന്റെ ഏരിയ പ്ലസ് ക്യൂ എന്നുള്ള ചാർജ്, അടുത്ത ചാർജിന് എങ്ങനെയാണ് മൂവ് ചെയ്ത് ഇവിടെ മൈനസ് ക്യൂ. ശരിയല്ലേ? അപ്പൊ ഇവർക്കിടയിലുള്ള കൂളംസ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നോട്ടേക്കുള്ള ഡിസ്റ്റൻസ് സെന്റർ ടു സെന്റർ ഈ പാത്തിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ അത്തരം ഫോഴ്സിനെ നമുക്ക് പറയാം കൺസർവേറ്റീവ് ഫോഴ്സ്. ഇതൊക്കെയാണ് സാധാരണ ആരുടെ പ്രത്യേകത? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കൂളംസ് ഫോഴ്സിന്റെ മനസ്സിലായിരുന്നു. ഇനി അതേപോലെ തന്നെ ഈ കൂളംസ് ഫോഴ്സ് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂളംസ് ഫോഴ്സ് ഇപ്പൊ നമ്മുടെ രണ്ട് ചാർജുകൾ തമ്മിലുള്ള കൂളംസ് ഫോഴ്സ് ആണ് കണ്ടുപിടിച്ചത്. ചിലപ്പോൾ രണ്ടിൽ കൂടുതൽ ചാർജുകൾ വരാം. ആ സമയത്ത് ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ആണ് കൂളംസ് ഫോഴ്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു ചാർജ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചാർജ് എടുത്തു Q0 എന്ന ചാർജ് അല്ലെ? സോ ഇത് Q0. പിന്നെ ഇവിടെ ഒരു ചാർജ് എടുക്കുകയാണെങ്കിൽ ഈ ചാർജ് ഞാൻ Q1 എടുത്തു. അടുത്ത് ഇവിടെ ഒരു ചാർജ് എടുത്തു, ഈ ചാർജ് ഞാൻ Q2 എടുത്തു. ഇവിടെ ഒരു ചാർജ് എടുത്തു, ഈ ചാർജ് ഞാൻ Q3 എടുത്തു. അങ്ങനെ ഇവിടെ ഞാൻ ഒരു ചാർജ് എടുക്കുകയാണെങ്കിൽ Qn
n ചാർജസ് അല്ലെ. എല്ലാം ഞാൻ എളുപ്പത്തിന് വേണ്ടി പ്ലസ് എടുക്കും. നമുക്ക് വേണമെങ്കിൽ ഇത് പ്ലസ് ആയിട്ട് മൈനസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ചെയ്യാൻ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇത് ഞാൻ പ്ലസ് എല്ലാം പ്ലസ് ആക്കി വെച്ചു. ഇനി കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഫോഴ്സ്. ടോട്ടൽ ഫോഴ്സ് ഓൺ Q0. ശ്രദ്ധിക്കുക, ഇനി കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഫോഴ്സ് ഓൺ Q0. ഈ Q0 ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. അപ്പൊ Q0 Q1 ഒരു ഫോഴ്സ് ഇല്ലേ, Q2 ഒരു ഫോഴ്സ് കൊടുക്കുന്നില്ലേ, Q3 ഒരു ഫോഴ്സ് കൊടുക്കുന്നില്ലേ, Qn ഒരു ഫോഴ്സ് കൊടുക്കുന്നില്ലേ. അപ്പൊ നമ്മൾ സാധാരണ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഈ Q1 ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R10, ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R10. അടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് R20. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് എടുത്തു R30 എടുത്തു. അതേപോലെ തന്നെ ഇത് ഞാൻ എടുത്തു R10. ശരിയല്ലേ? കാരണം നമ്മളോട് ചോദിച്ചത് ടോട്ടൽ ഫോഴ്സ് ഓൺ Q0. അപ്പൊ നമ്മൾ ഇയാളും തമ്മിൽ കൂളംസ് ഫോഴ്സ് ഉണ്ടാവും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ Q1 Q2 തമ്മിൽ കൂളംസ് ഫോഴ്സ് ഉണ്ടാവും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളോട് ചോദിച്ചത് എന്താണ്? ടോട്ടൽ ഫോഴ്സ് ഓൺ Q0 ആണ് ഞാൻ ചോദിച്ചത്. ദാറ്റ് മീൻസ് Q0 മറ്റുള്ളവരെല്ലാവരും നോക്കുന്ന ഫോഴ്സ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ നമുക്കറിയാം ടോട്ടൽ ഫോഴ്സ് ഓൺ Q0 ആണെന്ന് എന്ത് ചെയ്യും, നമ്മുടെ എല്ലാ ഫോഴ്സ് എന്ത് ചെയ്യും, ഈ ചാർജ് പ്ലസ് ഇതൊക്കെ പ്ലസ് ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോ ഈ Q0 Q1 എന്ത് ചെയ്യും, ട്രിപ്പിൾ ചെയ്യും. കാരണം ഈ Q1 പ്ലസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നത് Q0 പ്ലസ് Q1 ഞാൻ അസ്യൂം ചെയ്യും. ഈ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് വരും. ഇതാണ് F10. ശരിയല്ലേ? F10. ഈ F1 ഇതിൽ കൊടുത്ത ഫോഴ്സ് F10. ഇനി അടുത്തത് Q2 എന്ത് ചെയ്യും, Q2 Q0 ട്രിപ്പിൾ ചെയ്യും. So this is nothing but equal to F20. ശരിയല്ലേ? ഇനി Q3 Q0 ട്രിപ്പിൾ ചെയ്യും. അപ്പൊ ഇതെന്ത് വരും, F30 വരും. ശരിയല്ലേ? ഇനി Qn Q0 ട്രിപ്പിൾ ചെയ്യും. സോ ഇതെന്ത് വരും, Fn0 വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഈ ടോട്ടൽ ഫോഴ്സ് ഓൺ Q0 എല്ലാം കണ്ടുപിടിക്കുന്നത് അതൊക്കെ പ്ലസ് ആയ കാരണം റിപ്പൽഷൻ വന്നു. ഇനി മൈനസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരാം. അപ്പൊ നമ്മുടെ ടോട്ടൽ ഫോഴ്സ് ഓൺ Q0 ഈസ് നത്തിങ് ബട്ട് ഈക്വൽ എന്ത് ചെയ്താൽ മതി, F10 പ്ലസ് F20 പ്ലസ് F30 അപ് ടു എന്ത് ചെയ്താൽ മതി, Fn0 ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ ടോട്ടൽ ഫോഴ്സ് ഓൺ Q0 ഇയാളുള്ള ഫോഴ്സ്, ഇയാളുള്ള ഫോഴ്സ്, ഇയാളുള്ള ഫോഴ്സ്, ഇയാളുള്ള ഫോഴ്സ്. പക്ഷെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വെക്ടർ അഡിഷൻ ഉപയോഗിക്കും. കാരണം ഇവരെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ പോരാ, എന്നും കൂടി നോക്കണം, ഡയറക്ഷൻ കൂടി നോക്കണം. കാരണം ഫോഴ്സ് ഒരു വെക്ടർ ആണ്. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ത് പ്രിൻസിപ്പിൾ എന്ന് പറയാ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. നെറ്റ് ഫോഴ്സ് ഓൺ എനി വൺ ചാർജ് ഈക്വൽ ടു വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. ആ പ്രിൻസിപ്പിൾ എന്ന് പറയാ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. നമ്മുടെ ഇക്വേഷൻ F ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, F10 വരും. എല്ലാത്തിലും 1/4πε0 കോമൺ ആയിരിക്കും. 1/4πε0 കോമൺ. ശരിയല്ലേ? ഞാനിത് Q1 Q0 ഡിവൈഡിങ് ബൈ R10 സ്ക്വയർ R10 ക്യാപിറ്റൽ. ഇത് മാഗ്നിറ്റ്യൂഡ് ആവുള്ളൂ, ക്യാപിറ്റൽ ഡയറക്ഷൻ. ശരിയല്ലേ? പ്ലസ് അടുത്ത എന്ത് വരും, Q2 Q0 എന്ത് വരും, Q2 Q0 ബൈ R20 സ്ക്വയർ R20 ക്യാപിറ്റൽ. ശരിയല്ലേ? അടുത്തത് Q3 Q0 dividing by R30 square R30 cap up to Qn Q0 dividing by Rn0 square Rn0 cap. ശരിയല്ലേ? ഈ ഒരു പ്രിൻസിപ്പിൾ എന്ത് പ്രിൻസിപ്പിൾ എന്ന് പറയാം, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ശരിയാണോ? നമ്മൾ ജനറലി സമ്മേഷൻ വെച്ച് എഴുതാറുണ്ട്. ഇത്ര പഠിച്ചാൽ മതി. ഇങ്ങനെ സമ്മേഷൻ വെച്ച് എഴുതാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെല്ലാത്തിലും Q0 കോമൺ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, Q0 ബൈ 4πε0 സമ്മേഷൻ I tends to 1 to n അല്ലേ. I tends to 1 to n. ഇതിനെന്ത് വരും, Qi ഡിവൈഡിങ് ബൈ I0 സ്ക്വയർ Ri0 ക്യാപിറ്റൽ. ഇത് ജനറൽ ഫോമിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ, കാരണം എല്ലാത്തിലും Q0 കോമൺ. ഞാൻ പുറത്തേക്ക് എടുത്തു Q0 ബൈ 4πε0. ഇനി സമ്മേഷൻ I. അപ്പൊ ഐക്ക് എന്ത് ചെയ്യാം, ആദ്യം 1 കൊടുക്കുക. I tends to 1 to n ആണ്. 1 കൊടുക്കുമ്പോൾ Q1 ബൈ R10 സ്ക്വയർ R10 ക്യാപിറ്റൽ. ഇനി n 2 കൊടുത്തു കഴിഞ്ഞാൽ Q2 ബൈ R20 സ്ക്വയർ R20 ക്യാപിറ്റൽ.
ഐക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ Q3/R30² R30 ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് എന്താ പറയുക സൂപ്പർ പൊസിഷൻ മനസ്സിലായിട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം വെച്ച് ചെയ്ത് ഇയാൾ എന്തും കൂടി നോക്കണം ഡയറക്ഷൻ. ദാറ്റ് മീൻസ് നമ്മൾ എപ്പോഴും വെക്ടർ അഡീഷൻ ശരിയല്ലേ. അതിന് നമ്മൾ സാധാരണ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ശരിയല്ലേ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വെച്ചാൽ ഇവിടെ ഒരു -Q എന്നുള്ള ചാർജ് ഉണ്ട് വിചാരിക്കുക. ഇവിടെ ഞാൻ +Q1 എടുത്തു വിചാരിക്കുക. ഇവിടെ അതേപോലെ തന്നെ ഞാൻ +Q2 ശരിയല്ലേ. പിന്നീട് ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കുക ഇത് +Q1 ഇത് +Q2 അതേപോലെ തന്നെ മൈനസ് ഈ കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ഓൺ -Q. ഫോഴ്സ് ഓൺ -Q. അപ്പൊ -Qന് ഇവർ രണ്ടാളും കൊടുക്കുന്ന ഫോഴ്സ് നോക്കിയാൽ മതി. അല്ലാതെ ഇയാളും നമ്മുടെ ഫോഴ്സ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ചോദിച്ചിട്ടുള്ളത് ഫോഴ്സ് ഓൺ -Q. അപ്പൊ ഈ -Qനെ ഈ +Q എന്ത് ചെയ്യും ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും ശരിയല്ലേ. ഈ -Qനെ +Q അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. ആ ഫോഴ്സ് ആണ് ഞാൻ F1 വിചാരിച്ചു. അതേപോലെ തന്നെ ഈ -Q ഈ +Q ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. ആ ഫോഴ്സ് ആണ് വീണ്ടും F2 വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഫോഴ്സിന്റെ F1 ഉം F2 ഇപ്പൊ ഒറ്റ ഫോഴ്സ് ആക്കി മാറ്റണ്ടേ. നമ്മൾ എന്ത് ചെയ്യും ഇവരുടെ ആംഗിൾ ആക്കി ഇരിക്കുക ശരിയല്ലേ. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് F വരും ഇതിനാമതി F1² F2² 2 F1 F2 അപ്പോഴാണ് റിസൾട്ടന്റ് ഫോഴ്സ് എക്സ്പ്രഷൻ ഞാൻ നേരിട്ട് കാണിക്കാൻ പറ്റുന്നത്. ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് F1 ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് F2 അവർക്കിടയിൽ ആംഗിൾ തീറ്റ. റിസൾട്ടന്റ് ഫോഴ്സ് F1² F2² 2 F1 F2 ശരിയല്ലേ. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ അല്ലാത്ത വേറെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ രണ്ട് ഫോഴ്സ് ഒരേ ഡയറക്ഷനിലാണ്. F1 ഇങ്ങോട്ട് വന്നു F2 ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്താൽ മതി റിസൾട്ടന്റ് ഫോഴ്സ് ആണ് F is nothing but equal to F1 plus F2 ഇതാണ് ശരിയല്ലേ. ചില ക്വസ്റ്റ്യൻ ചെയ്യാം F1 ഇങ്ങോട്ട് വരാം F2 ഓപ്പോസിറ്റ് ആയിട്ട് വരും. രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി F is nothing but equal to F1 minus F2 അല്ലെങ്കിൽ F2 minus F1 ഏതാണോ വലുത് ചെറുത് കുറയ്ക്കുക. ചിലപ്പോൾ ഈ രണ്ട് ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് വരാം. ഇത് F1 വരാം ഇത് F2 വരാം. റിസൾട്ടന്റ് എന്ത് വരും F1² plus F2² വരും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഈ മൂന്നല്ലാതെ ഇൻക്ലൈൻഡ് ആയിട്ട് വന്നാൽ നമ്മൾ ഈ ഒരു ഫോമിൽ ഉപയോഗിക്കേണ്ടതുള്ളൂ F1² plus F2² plus 2F1 F2 അപ്പോൾ ഫോഴ്സ് ഒരിക്കലും മാഗ്നിറ്റ്യൂഡ് ചോദിച്ച ക്വസ്റ്റ്യൻ മാത്രമേ മാഗ്നിറ്റ്യൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്ഷൻ എന്ന ക്വസ്റ്റ്യന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കണം ഡയറക്ഷൻ നോക്കണം വെക്ടർ അഡീഷൻ പോവുകയും ശരിയല്ലേ. നമ്മുടെ ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ ഇതാണ് രണ്ട് ചാർജുകൾ തമ്മിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ആ ചാർജുകൾ തമ്മിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അതിന് നമ്മൾ എന്താ പറയാ കൂളംസ് ഫോഴ്സ് ശരിയല്ലേ. ആ ഫോഴ്സ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെ. ഞാൻ ഇതിനടുത്ത് പറയുന്ന ടോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സാധാരണ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മൾ പഠിച്ചില്ലേ. ഇതാണ് ഒരു മാസെങ്കിൽ എർത്ത് നമ്മൾ ഈ ഒബ്ജക്റ്റ് വിട്ട് കഴിഞ്ഞാൽ നേരെ താഴേക്ക് വരും. കാരണം എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അപ്പൊ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മുടെ എർത്ത് കൺസിഡർ കഴിഞ്ഞാൽ ഇതാണ് എർത്ത്. അപ്പൊ എർത്തിന് ചുറ്റും ഒരു റീജിയൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഒരു മാസ് ചെയ്യാൻ നേരെ താഴേക്ക് വരും. ഈ എർത്തിന് ചുറ്റും ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയൻ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയും. അപ്പൊ ഒരു മാസിന് ചുറ്റുള്ള റീജിയൻ അതിനെ നമ്മൾ പറയും ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അതേപോലെ തന്നെ നിങ്ങൾ മാഗ്നറ്റ് എടുത്തുന്നില്ല. ആ മാഗ്നറ്റിന് ഇപ്പൊ ഇതാണ് ഒരു മാഗ്നറ്റ് എങ്കിൽ അടുത്ത മാഗ്നറ്റിൽ ഇങ്ങനെ വെച്ച് ഞാൻ അട്രാക്ഷൻ റിപ്പൽഷൻ ചെയ്യും. ഈ മാഗ്നറ്റിന് ചുറ്റും ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയൻ നമ്മൾ എന്താ പറയും മാഗ്നറ്റിക് ഫീൽഡ്. അതേപോലെ തന്നെ ഒരു ചാർജിന് ചുറ്റുള്ള റീജിയനെ നമ്മൾ എന്താ പറയാ ഇലക്ട്രിക് ഫീൽഡ് പറയാം. The space around a charge in which other charge experiences force of attraction or repulsion. ഇപ്പൊ ഇതാണ് നിങ്ങളൊരു ചാർജിനെ ഈ ചാർജിന് ചുറ്റും ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനെ നമ്മൾ എന്താ പറയാ ഇലക്ട്രിക് ഫീൽഡ്. ഈ റീജിയനിൽ നിങ്ങൾ വേറൊരു ചാർജ് കൊണ്ടുവയ്ക്കുമ്പോഴാണ് ഇവർ തമ്മിൽ എന്ത് ചെയ്യാം ഒന്നിൽ അട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ റിപ്പൽ ചെയ്യാം. ഒരു ചാർജിന് ചുറ്റും ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനെ നമ്മൾ എന്താ പറയാ ഇലക്ട്രിക് ഫീൽഡ് ശരിയല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ടേമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. നമുക്ക് ആ ഒരു ചാർജിന് ചുറ്റും ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പറയും. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ നമ്മൾ എന്താ പറയാ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുക സ്ട്രെങ്ത് ഓഫ്
ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡ് എത്ര സ്ട്രെങ്ത് ഉണ്ടോ അത് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ എന്താ പറയാ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. നമ്മൾ അടുത്തേക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ ഈ സഫിക്സ് ആരോ അല്ലെ ഇതിന്റെ മുകളിലെ ആരോ ആണ്. അപ്പൊ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക മീൻസ് ഇപ്പൊ ഞാൻ ഒരു ചാർജ് ഇവിടെ ഒരു ചാർജ് എടുത്തിരിക്കാം. ഇവിടെ ഒരു ചാർജ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയാണ് സ്മോൾ ചാർജ്. ഈ ചാർജ് ഞാൻ Q0 എടുത്തു, ഈ ചാർജ് ഞാൻ Q. അപ്പൊ അതിലൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ Q എന്ന് പറഞ്ഞ ആളെ നമ്മൾ സാധാരണ സോഴ്സ് ചാർജ് എന്ന് പറയും. എന്താ പറയും സോഴ്സ് ചാർജ്. ഈ Q0 ആണ് നമ്മൾ സാധാരണ ടെസ്റ്റ് ചാർജ്. ടെസ്റ്റ് ചാർജ് ഇനി ഇവരുടെ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ രണ്ട് ചാർജ് എടുത്തത് Q കൊടുത്തത് Q0. ഇത് സോഴ്സ് ചാർജ് എന്ന് പറഞ്ഞു, ഇയാൾ എന്ത് പറഞ്ഞു ടെസ്റ്റ് ചാർജ്. അപ്പൊ എന്താണ് വ്യത്യാസം സോഴ്സും ടെസ്റ്റും? നമുക്കറിയാം ഈ ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഞാൻ അതിനാണ് ഈ സോഴ്സ് ചാർജ്. ഇയാളുടെ വലിയ ചാർജ് ഇയാൾ കമ്പയർ ചെയ്ത് ഇയാളുടെ വാല്യൂ വളരെ വളരെ സ്മോൾ ആയിരിക്കും. കാരണം ഇയാൾക്ക് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ Q0 വെച്ചത്. അപ്പൊ Q0 വലിയ ചാർജസ് ഉള്ള പ്രശ്നം ഇയാൾക്ക് ചുറ്റും സ്വന്തമായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഇവരെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്ന ടെസ്റ്റ് ചാർജ് വളരെ വളരെ സ്മോൾ. ഇപ്പൊ ഇയാളുടെ വാല്യൂ 100 ആണെങ്കിൽ ഇയാളുടെ വാല്യൂ ഇപ്പോൾ 1 ആയിരിക്കും. അപ്പൊ 100നെ കമ്പയർ ചെയ്ത് ഇയാൾ വളരെ സ്മോൾ. നമുക്കത് ഒഴിവാക്കാം. അപ്പോഴേ നമുക്ക് കറക്റ്റ് ഇയാളെ എഫക്ട് കാണാൻ പറ്റും. ശരിയല്ലേ? അല്ലെങ്കിൽ ഇയാൾക്കും സ്വന്തമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായാലും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇയാൾക്ക് സ്വന്തമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാന്നാണ്. അപ്പോഴാണ് ഇയാളുടെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സോഴ്സ് ചാർജ് എടുത്തു, ഇയാൾ എന്തെടുത്തു ടെസ്റ്റ്. ഇയാളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാണ് ഇയാൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ശരിയല്ലേ? അപ്പൊ എന്തായാലും ഇവരെ നമ്മൾ കൂളംബ് ഫോഴ്സ് ഉണ്ടാവില്ലേ? എന്തായാലും കൂളംബ് ഫോഴ്സ് ഉണ്ടാവില്ല. F is equal to 1/4πε0. അതൊക്കെ ഞാൻ പറഞ്ഞു എയറോ അല്ലെങ്കിൽ ബാക്കോ ആയിരിക്കും അല്ലെ. 1/4πε0 Q0 ഡിവൈഡിങ് ബൈ വരും R². ശരിയല്ലേ? അപ്പൊ ഇതാണ് വരുന്നത് കൂളംബ് ഫോഴ്സ്. പക്ഷെ എനിക്ക് ഫോഴ്സ് അല്ല കണ്ടുപിടിക്കേണ്ടത്, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ എഫക്ട് ഓഫ് സോഴ്സ് ഓൺ ടെസ്റ്റ് ആണ്. ഈ സോഴ്സ് ചാർജിന് ചുറ്റും എഫക്ട് ഉണ്ട്, അതാണ് ഇലക്ട്രിക് ഫീൽഡ്. അത് ടെസ്റ്റിൽ കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടേം ഈ Q0 നിങ്ങൾ ഒഴിവാക്കി വരുന്ന ടേം അത് ശരിക്കും ഈ സോഴ്സിന്റെ എഫക്ട് അല്ല. എഫക്ട് ഓഫ് സോഴ്സ് ഓൺ ടെസ്റ്റ്. അപ്പൊ ആ ടെസ്റ്റ് ചാർജിനെ അവിടെ മാറ്റി വയ്ക്കുക. ബാക്കി ഇക്വേഷൻ വരുന്ന ടേം ടെസ്റ്റിനെ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്നത് ഈ സോഴ്സിന്റെ എഫക്ട് അല്ലേ. ആ സോഴ്സിന്റെ എഫക്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് എന്ത് ചെയ്താൽ മതി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് നത്തിങ് ബട്ട് ആ ടെസ്റ്റ് ചാർജ് അവിടെ ഒഴിവാക്കുക. ബാക്കി ഇക്വേഷൻ ആണ് സോഴ്സിന്റെ എഫക്ട്. ആ എഫക്റ്റ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഫോർമുല ഈസ് ഈക്വൽ ടു 1/4πε0 Q/R². ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഈസ് നത്തിങ് ബട്ട് F/Q0 ചെയ്താൽ മതി. ശരിയാവും? നോക്കാം, ഈ Q0 ഇങ്ങോട്ട് വന്നാൽ F/Q0 ആ F/Q0 ഞാൻ ഈ ഫോർമുല ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ F/Q0 എന്നുള്ള ഫോർമുല ഉപയോഗിച്ചത്. ശ്രദ്ധിക്കണം, ഈ Q0 എന്നത് ടെസ്റ്റ് ചാർജ്. ഈ ഫോർമുലയിൽ വരുന്ന ഈന്റെ ഫോർമുല അല്ലെങ്കിൽ നമ്മൾ വരുന്നത് ഈസ് ഈക്വൽ ടു 1/4πε0 K 9 × 10⁹ അല്ലെ KQ/R² എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പൊ ഇവിടെ വരുന്ന ഈ QR ആണ് അത് സോഴ്സ് ചാർജ് ആണ്. സോഴ്സ് ചാർജ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സാധാരണ ഒരു എന്ത് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് രണ്ട് ചാർജ് ആവശ്യമാണ്. Q1 ആവശ്യമാണ്, Q2. അപ്പൊ Qന്റെ വാല്യൂ Q0ന്റെ വാല്യൂ തന്നാലേ നിങ്ങൾക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇയാൾ കാരണം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വന്നാൽ ഈ ചാർജ് നമുക്ക് ആവശ്യമില്ല. കാരണം എന്റെ ഈസ് ഈക്വൽ 1/4πε0 Q/R² ആണ്. അപ്പൊ അതിന്റെ ഇവിടെ ഒരു പോയിന്റ് എന്നാൽ പല ക്വസ്റ്റ്യനുകളും P എന്ന് പറഞ്ഞ പോയിന്റ് തരുള്ളൂ. എന്നിട്ട് അവർ പറയും ഈ P എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറയും. ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറയുന്നത് P എന്ന് പറഞ്ഞ പോയിന്റിൽ ടെസ്റ്റ് ചാർജ് ഉണ്ടാവും. പക്ഷെ ടെസ്റ്റ് ചാർജ് നമുക്ക് ആവശ്യമില്ല. ഫീൽഡ് കാണാൻ ഫീൽഡ് ആണ് ഏത് ചാർജ് മാത്രം മതി സോഴ്സ് ചാർജ് മാത്രം മതി. അപ്പോൾ ഈ ഫോർമുല വെച്ച് 1/4πε0 Q/R². പക്ഷെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ അടുത്ത ചാർജ് കൂടിയാണ്. അപ്പൊ ഈ ഫോഴ്സും ഫീൽഡും തമ്മിലുള്ള റിലേഷൻ ആണ് ഈസ് ഈക്വൽ എന്താണ് F/Q0. ഇനി ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി വെക്ടർ ഫോർമുല എഴുതുമ്പോൾ സാധാരണ ഈസ് ഈക്വൽ ആണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ എന്ത് ചെയ്താൽ മതി 1/4πε0
4 pi epsilon 0 q by r square into r cube. കാരണം മാഗ്നിറ്റ്യൂഡ് ആയി ഇത് ഡയറക്ഷൻ ആയി. ഇനി ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ സാധാരണ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണോ അത് തന്നെയാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഇത് പ്ലസ് ആണ്. ഇനി ടെസ്റ്റ് ചാർജ് നമ്മൾ എപ്പോഴും തിയററ്റിക്കലി പറയുമ്പോൾ പ്ലസ് ആയിട്ടാണ് അസ്യൂം ചെയ്യുക. ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് ആയിട്ട് എടുക്കും ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. അപ്പൊ ഈ പ്ലസ് ടു ഈ Q0 എന്ത് ചെയ്യും? ഇതും പ്ലസ് അട്രാക്റ്റീവ് റിപ്പൽ ചെയ്യും. അപ്പൊ ഇങ്ങോട്ടേക്കാണ് നിങ്ങൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ വരയ്ക്കുക. ശരിയല്ലേ? അപ്പൊ എങ്ങോട്ടാണോ ഫോഴ്സിന്റെ ഡയറക്ഷൻ നിങ്ങൾ വരയ്ക്കുക അത് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. ഫോഴ്സ് വരച്ച അതേ ഡയറക്ഷനിലേക്ക് ആരും വരിക ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഡയറക്ഷൻ ഒക്കെ ഫീൽഡ് ഫോഴ്സ് എടുക്കുക 2 ചാർജ് കടന്നു നോക്കാം. ഫീൽഡ് കാണുമ്പോൾ ഒറ്റ ചാർജ് മതി എന്ന് നോക്കാം. ശരിയല്ലേ? അപ്പൊ E = 1/4 pi epsilon 0 q by r square. അല്ലെങ്കിൽ E = F/. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇലക്ട്രിക് ഫീൽഡിന് SI യൂണിറ്റ് എന്താ പറയുക? SI യൂണിറ്റ് ഈസ് ഫോഴ്സിന്റെ ന്യൂട്ടൺ per coulomb ചെയ്താൽ ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫീൽഡ് SI യൂണിറ്റ് ആരായിരിക്കും? ന്യൂട്ടൺ per coulomb. പിന്നെ അതേപോലെ ഡയമെൻഷൻ കാണാൻ പറഞ്ഞാൽ നോക്കാം. ന്യൂട്ടൺ ml T⁻². ശരിയല്ലേ? ml T⁻². പിന്നെ കൂളം വരുന്നത് കൂളം വെയിറ്റ് ചെയ്യല്ലേ? അപ്പൊ 80 കൂടി വരും താഴെ A × T. ml T മുകളിലോട്ട് പോകുമ്പോ എന്ത് വരും? T⁻⁻1 ആണ്. T⁻⁻3 A⁻⁻1. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻ. ശ്രദ്ധിക്കുക. E = F/Q0 ആയി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ടാണ് പല ക്വസ്റ്റ്യനും നമ്മൾ ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ റിലേഷൻ F = Q × E0. ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ റിലേഷൻ F = Q0 × E. Q0 × ടെസ്റ്റ് ചാർജ്. അതിന് ഇലക്ട്രിക് ഫീൽഡ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കൂളോംസ് ഫോഴ്സ്. ഇതാണ് SI യൂണിറ്റ്. ഇതാണ് ഡയമെൻഷൻ. പിന്നെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു ഓൾറെഡി. വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ ആണ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ നിങ്ങൾ എങ്ങോട്ടേക്കാണ് വരയ്ക്കുന്നത് അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ക്ലിയർ? ഇനി അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഞാൻ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഫസ്റ്റ് ഞാൻ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. എന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചാർജ് വെച്ചു, Q എന്നുള്ള ചാർജ് വെച്ചു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു P. ഈ ഡിസ്റ്റൻസ് ആയിരിക്കുക. ഇനി കണ്ടുപിടിക്കും ഈ Q എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇയാളാണ് സോഴ്സ് ചാർജ്. ഈ P എന്നുള്ള പോയിന്റ് ആയിരിക്കും ടെസ്റ്റ് ചാർജ് ഉണ്ടാവും. നമുക്ക് ടെസ്റ്റ് ചാർജ് ആവശ്യമില്ല. അപ്പൊ ഈ P എന്നുള്ള പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇലക്ട്രിക് ഫീൽഡ് P ഈക്വൽ എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ 1/4 pi epsilon 0 q by r square ചെയ്താൽ മതി. 1/4 pi epsilon 0 q by r square. ഇതിന്റെ ഡയറക്ഷൻ കാണാൻ ഇയാൾ പ്ലസ് ആണെങ്കിൽ ഈ പ്ലസിനെയാണ് റിപ്പൽ ചെയ്യും. ഇനി ഇയാൾ മൈനസ് ആണെങ്കിൽ ഈ പിന്നെ ഇയാൾ കൊണ്ട് മാറ്റും. അങ്ങനെ നോക്കിയാൽ മതി ഡയറക്ഷൻ. പിന്നെ എപ്പോഴും ടെസ്റ്റ് ആണ് നമ്മൾ പ്ലസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് പ്ലസ് ആണെങ്കിൽ ഈ പിന്നെ ഇയാൾ റിപ്പൽ ചെയ്യും. ഇങ്ങോട്ട് പോയി ഇലക്ട്രിക് ഡയറക്ഷൻ. ഇനി ഇയാൾ മൈനസ് ആയതിന് ഇലക്ട്രിക് ഡയറക്ഷൻ മുന്നോട്ട് പോകും. മാഗ്നിറ്റ്യൂഡ് 1/4 pi epsilon 0 q by r square. ശരിയല്ലേ? ഇനി ഇതേ സംഭവം തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ് ആണ്. മൾട്ടിപ്പിൾ ചാർജസ് ദാറ്റ് ഇപ്പൊ ഇവിടെ ഒരു സോഴ്സ് ചാർജ് ഒരുപാട് സോഴ്സ് ചാർജ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു P. ഇവിടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ Q1. ഇവിടെ അടുത്ത ചാർജ് ചെയ്യാൻ വെച്ചു Q2. ഇവിടെ അടുത്ത ചാർജ് ചെയ്യാൻ വെച്ചു Q3. ഇവിടെ അടുത്ത ചാർജ് ചെയ്യാൻ വെച്ചു Qn. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്? ടെസ്റ്റ് ചാർജ് ഇവിടെ മാത്രമാണ്. പക്ഷെ ഈ കേസിൽ സോഴ്സ് ചാർജ് ഒരുപാടുണ്ട്. നേരത്തെ ഇയാൾ മാത്രമായിട്ട് സോഴ്സ് ചാർജ്. ഇപ്പൊ ഇയാളൊരു സോഴ്സ് ചാർജാണ്, ഇയാളൊരു സോഴ്സ് ചാർജാണ്, ഇയാളൊരു സോഴ്സ് ചാർജാണ്, ഇയാളൊരു സോഴ്സ് ചാർജാണ്. അപ്പൊ ഇയാൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും, ഇയാൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും, ഇയാൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും, ഇയാൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R1 എടുക്കും. ശരിയല്ലേ? അതേപോലെ ഇവിടെ തന്നെ R1P. ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R2P എടുക്കും. R2P. ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R3P എടുക്കും. ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ RNP എടുക്കും. ശരിയല്ലേ? അപ്പൊ കണ്ടുപിടിക്കാൻ മതിയാവും. എല്ലാത്തിലും ആദ്യം കോമൺ ആയിരിക്കും. 1/4 pi epsilon 0 കോമൺ ആയിരിക്കും. പിന്നെ ചാർജ് സോഴ്സ് ചാർജ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഡിസ്റ്റൻസ് മാറുന്നത് വരും E is nothing but equal to 1/4 pi epsilon 0.
അല്ലെ 1/4 ആയിട്ട് ചാർജ് Q1. സോ Q1 ഡിവൈഡിങ് ബൈ R1 P സ്ക്വയർ R1 T ക്യാപ്. ശരിയല്ലേ? ഇനി അടുത്തത് പ്ലസ് Q2 ഡിവൈഡിങ് ബൈ R2 P സ്ക്വയർ R2 T ക്യാപ്. കാരണം ഇത് എഴുതിയ ഡയറക്ഷൻ ആവുള്ളൂ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമാവും. ശരിയല്ലേ? അടുത്ത എന്ത് വരും? Q3 dividing by R3 P square R3 P ക്യാപ് up to n വരെ. ശരിയല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ സാധനത്തിന്റെ പ്രിൻസിപ്പിൾ പറയാം, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് P ആണ് നമ്മൾ ഈ ഓരോ സോഴ്സ് ചാർജ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ സമ്മർ ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യും. ശരിയല്ലേ? പയ്യാമെന്ന പ്രിൻസിപ്പിൾ എന്ന് പറയാം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ക്ലിയർ ആണ്? അപ്പോൾ ഫോഴ്സും പഠിച്ചു, അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയി പഠിച്ചു ഇലക്ട്രിക് ഫീൽഡ്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ശരിയല്ലേ?